ഓ വെൽക്കം ടു ദ മിനി വ്ളോഗ് ഓഫ് ടുഡേ. സോ ഇതൊരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ ഒരു ഷോർട്ട് ട്രിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ കാക്കനാട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാം, ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ലൊക്കേഷൻ കണ്ടത്. മാപ്പിൽ കണ്ടേ ഉള്ളൂ, നമുക്കറിയില്ല അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു ഐ തിങ്ക് ഒരു 2 o'clock കഴിഞ്ഞതോടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ കോതമംഗലം വഴിയാണ് പോണത്. അപ്പോൾ പോണ വഴിയൊക്കെ നമ്മളധികം പോയിട്ടില്ലാത്ത വഴിയായതുകൊണ്ട് എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സോ നമ്മളിങ്ങനെ പതുക്കെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വളരെ വേഗം തന്നെ ലൈക്ക് സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ റോഡും മോശമില്ലാത്ത റോഡായിരുന്നു. ഇപ്പോൾ കോതമംഗലമൊക്കെ എത്തുന്നതിന് മുമ്പാണ് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല സീനിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ആ ക്രൗഡിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ളൊരു റൂട്ട് പോലെ തോന്നി പെട്ടെന്ന്. നമ്മളിത് കാണാത്ത ആൾക്കാരല്ല, നമ്മൾ കേരളത്തിലാവുമ്പോൾ ഈ റൂട്ട് എപ്പോഴും ഇങ്ങനത്തെ റൂട്ടൊക്കെ പോകുന്നതാണ്. പക്ഷേ കുറേ നാൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു എസ്കേപ്പ് കിട്ടുമ്പോൾ ഭയങ്കര സുഖമുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ ഇടയിൽ കാറൊക്കെ നിർത്തി, ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയാസാണ്. ഇവിടെയൊന്നും അങ്ങനെ നിർത്തരുത്, കാറ് പാർക്ക് ചെയ്ത് ഒരുപാട് നേരം നിർത്തരുത്, ലിറ്റർ ചെയ്യരുത്, അങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല പീസ്ഫുള്ളായിരുന്നു. ആൻഡ് കുറച്ച് തണുപ്പും ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ചൂടിൽ നിന്നൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൂൾനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിർത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മളുടെ കുട്ടമ്പുഴ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പുഴയും പിന്നെ അതിൻ്റെ തീരത്തൊരു വഞ്ചിയും, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സീനിക് വ്യൂ ആണ്. ഇത്ര അടുത്ത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇത് ചുമ്മാ നോക്കിയപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. പിന്നെ ആരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഒരു തോണി റൈഡും പോയി. ഓക്കെ, 500 രൂപയാണ് ഇവർ ഈ തോണി റൈഡിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പലയിടത്തും പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ഇത്രയും ചീപ്പായിട്ട് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ കിട്ടിയൊരു ഫീലായിരുന്നു. ഒരു 1 hour നമ്മൾ ആ തോണിയിൽ നല്ലോണം എൻജോയ് ചെയ്തു. നല്ല സീനറിയാണ് കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് പൈസ മുടക്കി എവിടെയെങ്കിലും പോകുന്നതിനേക്കാളും വർത്തായിട്ട് എനിക്ക് തോന്നി. സോ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് തിരിച്ച് നമ്മൾ നേരെ കാക്കനാട് പോകും.